നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ എക്സ്ക്ലൂസീവ്. നല്ല രീതിയിൽ അവിടെ ഇട്ട് അടിച്ചു. സെല്ലിൻ്റെ അകത്ത് കിടന്നമാതിരി വധഭീഷണിയാണ് എനിക്ക്. ഇനി ഇറങ്ങിയാലും എന്നെ ജീവിക്കാൻ താമസിക്കില്ല, എൻ്റെ അനിയനെയും കൊല്ലും എന്നെയും കൊല്ലും എന്നൊക്കെയാണ് അവർ പറയുന്നത്. കാറിൻ്റെ അകത്ത് തള്ളി കയറ്റാനൊക്കെ നോക്കി. ഞാൻ കയറിയില്ല. ഞാൻ കാലും കൈയും ഒക്കെ കാറിൻ്റെ വെളിയിലിട്ട് ഞാൻ തള്ളി ഇങ്ങോട്ട് വന്നു. നല്ല രീതിക്ക് എന്നെ ഇടിച്ചെൻ്റെ മുഖവും തലയൊക്കെ അടിച്ച് പൊട്ടിച്ചു. വൈകിട്ടൊരു 7:30-8 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് പിന്നെ വണ്ടി കംപ്ലൈൻ്റ് ആയിരുന്നു. ഞാൻ ജോലിക്ക് പോകണ വണ്ടി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകാതെ 7:30 ആയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ പോയാൽ ഇവിടെ ചന്ത ജംഗ്ഷനിൽ വെച്ച് ഈ ആസിഫ് എന്ന് പറയുന്ന പയ്യൻ എൻ്റെ കയ്യിൽ വണ്ടിക്ക് കൈ കാണിച്ച്. കാക്ക എന്നെ അവിടെ പൂഴ്നാട് ഗ്രൗണ്ടിൽ പരിപാടി അടങ്ങണം, അവിടെ എന്നെ ആക്കി തരുമെന്ന് കേട്ടു. ഞാൻ ആക്കി തരാമെന്ന് പറഞ്ഞു. വണ്ടി ഇരുന്നുകൊണ്ട് എന്നെ ചാവിനങ്ങ് ഊരി എടുത്ത് അവൻ്റെ പോക്കറ്റ് ഇട്ടിട്ട് എന്നെ ഇറുക്കി അങ്ങ് പിടിച്ച് ബാക്കിൽ കൂടെ. പിടിച്ച സമയത്ത് ഈ കാറിൻ്റെ അകത്ത് നിന്ന് ആമച്ചുള്ള ഉണ്ണി എന്ന് പറയുന്ന ആ ചേട്ട ഇറങ്ങി വന്ന് ഇടിവളയിട്ട് എൻ്റെ മൂക്കിൽ ഈ ഭാഗത്തായിട്ട് ഒരു ഇടി. യുവാവിന് ക്രൂരമർദ്ദനം. ആര്യങ്കോട് സ്റ്റേഷൻ പരിധിയിൽ പൂഴനാടാണ് സംഭവം. പൂഴനാട് സ്വദേശിയായ കടയാറവിള വീട്ടിൽ ഹുസൈനെയാണ് ഒരു സംഘം അക്രമികൾ അതിക്രൂരമായി മർദ്ദിച്ചത്. സംഭവത്തെക്കുറിച്ച് ഹുസൈൻ പറയുന്നത് ഇങ്ങനെ: 3-ാം തീയതി രാത്രിയിൽ 8 മണിയോടുകൂടി ബൈക്കിൽ പോകുന്നതിനിടെ പ്രതികളൊരാൾ വഴിയിൽ നിന്ന് കൈകാണിച്ച് ബൈക്കിൽ കയറുകയും ഗ്രൗണ്ട് എത്തിയപ്പോൾ ബൈക്കിൽ നിന്നും ഇറങ്ങിയ ഉടനെ ബൈക്കിന്റെ താക്കോൽ ഊരിയ ശേഷം തന്നെ കെട്ടിപ്പിടിച്ചതായും തുടർന്ന് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന 4-5 പേർ ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചതായുമാണ് പരാതി. ക്രൂരമർദ്ദനത്തിനിരയായ ഹുസൈനെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും മർദ്ദനത്തിൽ മൂക്കിന്റെ പാലം തകരുകയും തലയിൽ പൊട്ടലും സംഭവിച്ചിട്ടുണ്ട്. തന്നെ കൊല്ലാൻ നോക്കിയതാണെന്നും ഭാഗ്യം കൊണ്ടാണ് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടതെന്നാണ് ഹുസൈൻ പറഞ്ഞത്. ഹുസൈൻ ആര്യങ്കോട് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ 3 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൂഴനാട് കാർത്തിക ഭവനിൽ നവീൻ 20 വയസ്സ്, കാവിക്കോണം ആഷിഫ് മൻസലിൽ ആഷിഫ് 22 വയസ്സ്, ആമച്ചൽ സ്വദേശിയായ വിഷ്ണു RS നായർ എന്നിവരെയാണ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അത് കൊടുത്ത് ഒരു 4-5 പ്രതികളുണ്ടായിരുന്നതിൽ 3 പേരെ പിടിച്ചു. 3 പേരെയല്ലേ പിടിച്ചാ? ഞാൻ ICUലായിരുന്നു. ഇന്നലെ വൈകിട്ട് തന്നെ ഇറക്കിയതേ ഉള്ളൂ ICU. പിടിച്ചതിന് ശേഷം അറിയണം 3 പേരെ പിടിച്ച് റിമാൻഡ് ചെയ്തെന്ന് പറഞ്ഞു. അല്ലാതെ വേറെ അതിൽ കൂടുതലൊന്നും എനിക്കറിഞ്ഞൂടാ. ഇവർ എന്നെ നല്ല രീതിയിൽ അവിടെ ഇട്ട് അടിച്ച് എണീക്കാൻ പറ്റാത്ത രീതി. എന്നിട്ട് എൻ്റെ അനിയൻ സ്റ്റേഷനിൽ പോയിരുന്നു. കാര്യം അനിയനും എൻ്റെ വൈഫും കൂടെ പോയപ്പം അവ ആ സ്റ്റേഷനിൽ സെല്ലിൻ്റെ അകത്ത് കിടന്നമാതിരി വധഭീഷണിയാണ് എനിക്ക്. ഇനി ഇറങ്ങിയാലും എന്നെ ജീവിക്കാൻ താമസിക്കില്ല, എൻ്റെ അനിയനെയും കൊല്ലും എന്നെയും കൊല്ലും എന്നൊക്കെയാണ് അവർ പറയുന്നത്.